C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അവള് കാണുന്നതിന് മുമ്പ് സ്ഥലം കാലേക്ക് തിരിഞ്ഞു നോക്കല്ലേ. ഏയ് വിഷ്ണുട്ടാ, ഇതാര സുസ്മിതയോ? നീ എന്താ ഇവിടെ? ഞാൻ വിഷ്ണുവേട്ടന്റെ ജീപ്പ് അവിടെ കിടക്കുന്ന കണ്ട് വന്നതാ. ആണല്ലേ, അത് ശരി. ഇവിടുത്തെ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് എന്റെ വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി. അപ്പോഴാ വിഷ്ണുവേട്ടൻ ഒരു പെണ്ണിനെയും കൊണ്ട് ജീപ്പിൽ ഇങ്ങോട്ട് വരുന്നത് കണ്ടത്. അയ്യോ, പെണ്ണോ? എവിടെ? ഒന്ന് പോടെ, നിനക്ക് തോന്നിയതായിരിക്കും. അല്ലടാ ദാസ? അതെ അതെ അതെ. ആശാൻ കഴിഞ്ഞ 5 മണിക്കൂറായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ആരും ഒരു പെണ്ണിനെയും കണ്ടില്ല. അത് ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ഏതായാലും വണ്ടി റെഡി ആയപ്പോ വിഷ്ണുവേട്ടനെ നോക്കാൻ വന്നതാ. ജീപ്പ് കണ്ടപ്പോ അവിടെ ഇറങ്ങി. അവിടെ ആ വീട്ടിലാരെയും കാണാത്തതുകൊണ്ടാ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കാന്ന് കരുതിയത്. ഇവള് അവിടെയും പോയാ? ഇവളെന്താ ലേഡി ഡിറ്റക്റ്റീവോ? ഞാൻ വിചാരിച്ചതിനേക്കാൾ റൊമാൻറ്റിക് ആ വിഷ്ണുവേട്ടൻ. ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, ഫോറസ്റ്റ് ഒക്കെ ഇഷ്ടാണല്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അച്ഛനെ, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കും. ഒരു ഒറ്റ നീ ഒന്നും മിണ്ടാതിരിക്കോ? മനുഷ്യർ ഒന്നാമത് ഈ കുത്തും കടിയും കൊണ്ടിരിക്കുമ്പോഴാ. അയ്യോ, ഇതെന്താ കയ്യിലും കഴുത്തിലും ഒക്കെ? അതൊന്നുമില്ല. ആശാനെ കാട്ടു തേനീച്ച കുത്തിയതാ. ഓ മൈ ഗോഡ്, തേനീച്ച കുത്തിയെന്നോ? എന്നിട്ട് വാ വിഷ്ണുവേട്ടാ, ഹോസ്പിറ്റലിൽ പോകാം. കമോൺ. വേണ്ട വേണ്ട വേണ്ട, ഇതിപ്പോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അല്ല, ഈ ഈച്ചയുടെ കൊമ്പൊടിഞ്ഞു കയറിയ നീര് വന്ന് പഴുക്കും വിഷ്ണുവേട്ടാ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അത് പഴുക്കൊന്നുമില്ല. ആശാൻ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. മനസ്സിനും ശരീരത്തിനും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അല്ലേ ആശാനെ? അതെന്ത് ട്രീറ്റ്മെന്റാ? പച്ചമരുന്ന് ചികിത്സേ. തേനീച്ച കുത്തലിന്റെ കഥ നല്ലത്. അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്ത തേനീച്ചും കടന്നലൊക്കെ വരുന്നതിന് മുമ്പേ സ്ഥലം കാലേക്കാം. വന്നേ വാ. അതെ, നടന്ന് നടന്ന് നല്ല ദാഹം. ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? മോളോ? അതെ ആന്റി. ആന്റി എങ്ങനെ ഇവിടെ? അതിരിക്കട്ടെ, സുസ്മ എങ്ങനെ ഇവിടെ എത്തിയേ? അത് വിഷ്ണുവേട്ടന്റെ ജീപ്പ് ഇവിടെ കിടക്കുന്നത് കണ്ട് വന്നതാ ആന്റി. വിഷ്ണു, നിനക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ആരുടെ അടുത്തുനിന്നാ നീ പലിശ പണം പിരിക്കുന്നത്? പണം പിരിക്കാൻ വന്നല്ലമ്മ, ഈ തോട്ടം കണ്ടപ്പോഴേ നല്ല രസം തോന്നി. ഇത് നമ്മുടെ കമലന്റെ ഒരു ഫ്രണ്ടിന്റെയാ. അതെ, ജീപ്പ് ഇവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങിയേ ഉള്ളൂ. വെറുതെ കറക്കൊന്നും അല്ല ആന്റി. കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്താന്ന്? അയ്യോ, ഇതെന്തു പറ്റി? കാട്ടു തേനീച്ച കുത്തിന്ന്. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ നീ? വേണ്ടമ്മ, മരുന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇത് നോക്ക്. നല്ല ബെസ്റ്റ് പച്ചമരുന്നാ. ഇപ്പൊ ഒരു തരിപ്പുമില്ല, വേദനയില്ല, എല്ലാം ഓക്കെ. ആരാ പച്ചമരുന്ന് വെച്ചേ? സുസ്മിതയാ? ചുളിവില ക്രെഡിറ്റിംഗ് പോരട്ടെ. ഭാവി മരുമകൾക്ക് അത്യാവശ്യം വൈദ്യം കൂടി കൈവശം ഉണ്ടെന്ന് കരുതിക്കോളും സത്യഭാമ. അതെ ആന്റി, ഞാൻ തന്നെയാ. എനിക്ക് തോന്നി. അല്ലാതെ ഇതേപ്പറ്റി ഇവന് ഒരു ധാരണ ഉണ്ടാവാൻ വഴിയില്ല. എനിക്കിതിലൊക്കെ നല്ല പിടിയാ ആന്റി. ഞാൻ ഒരുപാട് പേരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. മിടുക്കി. ഇതുപോലൊരു പെണ്ണിനെ തന്നെ ഇവന് വേണ്ടത്. എന്തൊരു കള്ളിയോ നോക്ക്. മരുന്ന് വെച്ചപ്പോ വേദനിച്ച മോനെ? ഇല്ലമ്മ, എനിക്ക് അമ്മേനെ ഓർമ്മ വന്ന. അതിൽ അത്ഭുതമൊന്നുമില്ല. ഏതു പെണ്ണ് വഴിയാണോ ഒരു പുരുഷൻ അമ്മയെ ഓർക്കുന്നത്, അവൻ ഏറ്റവും യോജിച്ച പെണ്ണ് അവള് തന്നെയാ. ഒരു പുരുഷന്റെ ബെസ്റ്റ് ചോയ്സ്.
ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? വേദനയൊക്കെ അപ്പോഴേ മാറിയില്ലേ? ആണോ? പക്ഷേ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. പിന്നെ ആരാന്നാ കരുതിയേ? നീ എന്തിനാ ഇവിടെ കയറി വന്ന്? ഇതേ നിന്റെ റൂമല്ല, ഞാൻ ഇരിക്കുന്ന സ്ഥലമാ. അതിനെന്താ പ്രശ്നം? എനിക്കിവിടെ ഇരുന്നൂടെ? സി, നാളെ വിഷ്ണുവേട്ടന്റെ ഭാര്യ ആകേണ്ട ആളാ ഞാൻ. വിഷ്ണുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആള്. അത് വിഷ്ണുവേട്ടൻ മറക്കരുത്. അയ്യടാ, അതൊക്കെ നീ തനിച്ചങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാൻ തനിച്ചല്ല, നമ്മുടെ വീട്ടുകാർ തീരുമാനിച്ചതാ. അല്ലെങ്കിൽ തന്നെ എന്നെ കാണുമ്പോ മാത്രം എന്താ വിഷ്ണുവേട്ടൻ ഇത്ര ദേഷ്യം? അതാ എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്ത. അതെ, നിന്നെ കാണുമ്പോ മാത്രം ദേഷ്യം ആര് പറഞ്ഞു? എന്റെ സ്വഭാവം ഇങ്ങനെയാ. സഹിക്കാമെങ്കിൽ സഹിച്ചാ മതി. സഹിക്കുന്നതിന്റെ അല്ല, ഇവിടെ വിഷ്ണുവേട്ടന്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ട്. അവരോട് എല്ലാരോടും നോർമലായിട്ടാ വിഷ്ണുവേട്ടന്റെ പെരുമാറ്റം. എന്തിന്, ഇവിടുത്തെ സെർവൻസിനോട് പോലും ഒരു പ്രശ്നവും ഇല്ല. എന്നെ കാണുമ്പോ മാത്രമാ വിഷ്ണുവേട്ടൻ ഈ ദേഷ്യം മുഴുവൻ. അതെ, നീ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ ഇടപെടുന്നുണ്ട്. റബ്ബർ എസ്റ്റേറ്റ് പോയാ അവിടെ വീട്ടിൽ വന്നിരുന്നത് ഇവിടെ ഒരിടത്തും ഒരു സൗകര്യം തരുന്നില്ല. അത് സഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വിഷ്ണുവേട്ടനെ കാണാനും ഈ സാമീപ്യം കൊതിച്ചുവല്ലേ സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ. വിഷ്ണുവേട്ടനാണെങ്കിൽ രാവിലെ ഇറങ്ങിപ്പോയാ രാത്രി സമയത്താ തിരിച്ചു കയറി വരുന്നേ. ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ വിഷ്ണുവേട്ട ഇവിടെ? ഈ വീടിന് കണ്ണ് കിട്ടാതിരിക്കാനുള്ള കോലാണോ ഞാൻ? അതെ 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 അതെ, മതി മതി. ഈ ചോദ്യത്തിനുള്ള ഉത്തരേ നീ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചാ മതി. അതെ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഐ ആം സോറി. നിനക്ക് പോവാം. വാ, പോ 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 പോ. ശരി, വിഷ്ണുവേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല, പോവാ. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേനെ നന്ദിയുണ്ട്. ഓ ഓ ഓ ഓ, ചെല്ല് ചെല്ല് ചെല്ല്. എന്തൊരു സൗകര്യക്കേടാണിത്. പറഞ്ഞുറപ്പിച്ച കാശിൽ ഒരു അഡ്വാൻസ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നു. ബാല, വെറും അഡ്വാൻസ് അല്ല, പറഞ്ഞതിന്റെ നേർ പകുതിയുണ്ട്. ഇപ്പൊ കാണിച്ച സ്മാർട്ട്നെസ് നാളെയും കാണിക്കണം. കാണിക്കും. മനസാക്ഷി വിറ്റുകിട്ടുന്ന കാശ ഇത്. വില പറഞ്ഞുറപ്പിച്ച കാശ് കയ്യിൽ വാങ്ങിയ ഈ റോഷിനി ആ മനസാക്ഷിയെ ഉപേക്ഷിക്കുമെന്നർത്ഥം. അടുത്തതെന്താണെന്ന് വിളിച്ചു പറഞ്ഞാ മതി. ഇപ്പൊ പോകുന്നു. എവള് കൊള്ളാം, എവള് പൊളിക്കൊന്നും ഉറപ്പാ. പൊളിക്കണമല്ലോ, അതിനല്ലേ ഇത്ര മെനക്കെട്ട് ഇവളെ തന്നെ കണ്ടുപിടിച്ചത്. രാജേശ്വരി, നീ കളിക്കുന്ന തീ കൊണ്ടാ. നീക്കോ ഒന്ന് പിഴച്ച സ്വയം കത്തിപ്പോകുന്നത് നീ ആയിരിക്കും. നീക്കം പിഴച്ചാലല്ലേ? ഇത്തവണ പിഴക്കില്ലെന്ന് രാജേശ്വരിക്ക് ഉറപ്പാ. ശാരദയും 3 പെൺമക്കളുമായി ഇന്ന് ആ വീട്ടിലുള്ളത്. രണ്ടാമത്തവളുണ്ടല്ലോ, ആ ശാലിനി, അവളെ വീഴ്ത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ തലയിൽ ഇത്തിരി വെളിച്ചമുള്ള കൂട്ടത്തിലാ അവള്. വലയെറിയുന്നത് അവൾക്ക് നേരെയാണെങ്കിൽ അവളത് പൊട്ടിക്കൊന്നു മാത്രമല്ല, നമ്മളെ കൂടി അവള് വലയിലാക്കുകയും ചെയ്യും. എന്നാൽ ശാരികയുടെ നേരെ ഇപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാവുന്ന ആരും സംശയിക്കില്ല. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് കേട്ടിട്ടില്ലേ? അപ്രതീക്ഷിതമായ ഒരു ഇടിമിന്നൽ. അങ്ങനെ വേണം ശാരികയുടെ സംഭവം കുടുംബശ്രീയിൽ വന്ന് വീഴാൻ. എന്താടാ ഇത്? മക്കളിൽ ഒരാളുടെ മാനം പോയാൽ അത് പുറത്താരോടും പറയാനാവാതെ ഉരുകിത്തീരും ആ ശാരദ. ചിലപ്പോ ഒരു മുഴം കയറിലോ കിണറ്റിലോ അവളുടെ ജീവിതം അവസാനിപ്പിച്ചൊന്നും വരും. അതോടെ ചിതറും ആ കുടുംബം. 3 വഴി. ശാലിനിയുടെ IAS-ഉം IPS-ഉം ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രം. അതിനാ രാജേശ്വരി ഇനി ഈ ലേലം അങ്ങ് ഉറപ്പിക്കുന്നത്. ശാരികയെ വെച്ചുള്ള ഒരു ഓൺലൈൻ ലേലം. താമസിയാതെ അത് നടക്കും. ഇപ്പോ ഏകദേശം ശരിയായി. ഇവിടുന്നാണല്ലോ ഭക്ഷണം. താങ്ക്സ്. ഒരു മകനോടുള്ള കരുതല് എന്നോട് കാണിച്ചതിന്. അല്ല, താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല,
അവളോടാ, ഷാരിയോട്. അവള് പറഞ്ഞപ്പോഴാ സാറിന് സുഖമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. അല്ലെങ്കിലും അവളെപ്പോഴും സാറിന് ഒരാൾക്കുള്ള ഭക്ഷണം ഇവിടെ കരുതി വെക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ സാറ് പുറത്തുപോയി കഴിച്ചത്? അത് പിന്നെ ചെറിയ ചമ്മലുള്ളതുകൊണ്ടാ. ചമ്മലോ? എന്തിന്? അന്ന് ഞാനിവിടെ ഒന്നൊരു കാര്യം ചോദിച്ചില്ലേ? ശാരദാമ്മ എന്നോട് മര്യാദ കാണിച്ചെങ്കിലും മുഖത്തടിച്ചു പോലൊരു മറുപടിയാ ശാലിനി പറഞ്ഞത്. അതിനുശേഷം സത്യം പറഞ്ഞ നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു മടിയുണ്ട് എനിക്ക്. കാശ് കിട്ടി. ശാന്ത പോകുന്നുണ്ടോ ശങ്കരേട്ടന്റെ കൂടെ? ഇല്ല, കാശ് കൊടുക്കത്തേയുള്ളൂ. എന്നാ അത് മതി. ചെന്ന് കൊടുക്ക. ശരി. അപ്പൊ സാറ് പറഞ്ഞു വന്നത്? ഞാനന്ന് വന്ന് ശാരിക എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോ ആലോചിച്ചിട്ടൊരു മറുപടി പറയാന്നാ ശാരദാമ്മ പറഞ്ഞത്. പിന്നീടിപ്പോ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോഴും അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. സാറേ, അത് അല്ല, യെസ് ഓർ നോ എന്തായാലും ശാരദാമ്മയ്ക്ക് തുറന്നു പറയാം. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടെന്ന് കരുതി അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇനിയിപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കുടുംബം, ബന്ധുക്കൾ, സമൂഹം, സാഹചര്യങ്ങൾ ഇതൊക്കെ പലതല്ലേ. അതൊക്കെ ഉൾക്കൊണ്ട് ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറാനുള്ള ഒരു വിവേചന ബുദ്ധി എനിക്കുണ്ട്. സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആലോചന എന്റെ മൂക്ക് വരികയെന്ന് പറഞ്ഞ അത് തന്നെ മഹാഭാഗ്യമാണ്. പക്ഷേ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യം ആലോചിച്ചാണെങ്കിൽ ശാരദാമ്മ വിഷമിക്കണ്ട. സ്ത്രീ തന്നെയാണ് ധനമെന്ന് കരുതുന്ന ആളാ ഞാൻ. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും ഏറെക്കുറെ ധാരണ എനിക്കുണ്ട്. വഴിവിട്ടു പോവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാവാം എന്റെ ഇഷ്ടങ്ങൾക്ക് ഇതുവരെ എന്റെ അമ്മ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വശത്ത് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിക്കാം. അതുമാത്രമല്ലല്ലോ സാറേ കാര്യം. ഒരു കല്യാണ ആലോചന എന്ന് പറഞ്ഞ ഇങ്ങനെയല്ലല്ലോ. അതിന് ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ? സാറിന്റെ മനസ്സിലുള്ളത് സാറ് തുറന്നു പറഞ്ഞത് സന്തോഷം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ആലോചന നടത്തേണ്ടത് വീട്ടുകാർ തമ്മിലല്ലേ? അപ്പോഴല്ലേ ആ ബന്ധത്തിന് ഒരു ഉറപ്പുള്ളൂ. ഓ, അത് ശരി. അപ്പോ എന്റെ അമ്മ വന്നാ മതിയോ ഇക്കാര്യം സംസാരിക്കാൻ? അമ്മയോ ചേട്ടനോ അമ്മാവനോ അങ്ങനെ വേണ്ടപ്പെട്ടവരാരെങ്കിലും. ഓക്കെ, സമ്മതിച്ചു. വേണ്ടപ്പെട്ടവരെ തന്നെ വരും. അപ്പോ ഇതൊരു വാക്കായിട്ട് എടുക്കാലോ എനിക്ക്? അങ്ങനെയല്ല. ഒരാലോചന വന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അന്വേഷിക്കാൻ മറ്റുമൊക്കെ വേണമല്ലോ സാറേ. സാറിന് വിശ്വാസം ഇല്ലാത്തോണ്ടല്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിലാ ഞാൻ. എന്റെ അനുഭവം തന്നെ എനിക്കുള്ള പാഠം. ഒരാൺകുഞ്ഞ് ജനിച്ചില്ല എന്നുള്ള കുറ്റത്തിന് ഗോപാലേട്ടൻ എന്നെ വിട്ടുപോയത്. അല്ലെങ്കിലും അത് അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നുള്ളൂ. രണ്ടാം ബന്ധത്തിനുള്ള ഒരു ന്യായം. ചക്കയോ മാങ്ങയോ ഒന്നും അല്ലാത്തതുകൊണ്ട് മനുഷ്യന്മാരുടെ ഉള്ളിൽ എന്താണെന്നറിയാൻ തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചിലയിടത്ത് പയ്യൻ ശരിയായാലും വീട്ടുകാരുടെ ഭാഗത്തായിരിക്കും കുഴപ്പം. പാതിരാത്രി ഈ വീട്ടിൽ നിന്നിറങ്ങി ഒരു പെൺകൊച്ചിന്റെ പ്രസവം എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ. പിറന്നു വീണത് പൊന്നിൻകുടം പോലൊരു പെൺകുഞ്ഞ്. പെണ്ണായതുകൊണ്ട് അതിനെയും കൊണ്ട് പടി കയറരുതെന്നാ ആ കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മ അവനോട് പറഞ്ഞത്. എന്റെ അനുഭവം അത് എന്റെ മക്കൾക്ക് ആർക്കും ഉണ്ടാവരുതെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഒരു ചെറിയ കരുതൽ, അത്രേ ഉള്ളൂ. ഏതായാലും സാറ് ഇരിക്കെ, ഞാനൊരു ചായ എടുക്കാം. ഇരിക്കെ സാറേ. ഒരമ്മയുടെ ന്യായമായ ആശങ്കകൾ തന്നെയാ ശാരദാമ്മയുടെ മനസ്സിൽ. അതും റീഡ് ചെയ്തിട്ടുണ്ട്. ആളോടനെ ഇങ്ങെത്തും. അല്ല, പ്രീതിയെ ഇന്ന് തന്നെ കാണണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അത് പ്രീതിക്കൊരു സർപ്രൈസ് ആയി വെച്ചിരിക്കുകയാണ് ഞാൻ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ആഹാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സ്റ്റേ ബ്ലെസ്ഡ്. ബെസ്റ്റ്.
അവിടെയും ഇവിടെയും സ്റ്റേ മാത്രമേ ഉള്ളൂ. ബ്ലെസ്സിംഗ് ഒന്നും തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു ആനിവേഴ്സറി ലോകത്തേതെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. പരസ്പരം ഒന്ന് കാണുന്നത് തന്നെ ഒളിച്ചും പാത്തുക. അവർ ലൈഫ് ഈസ് മിസറബിൾ, നോട്ട് എ ബ്ലെസ്സിംഗ്. എല്ലാം മാറും അർജുനേട്ടാ. ഒരു നല്ല കാലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പല്ലേ? അതാ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് കാരണവന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ദേ പ്രീതി എത്തിയല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ആനിവേഴ്സറി പ്രീതി. താങ്ക്സ്. ഷടാ, ഇവിടെ ഒരാളെ ഞെട്ടിക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നത് ആനിവേഴ്സറിയുടെ കാര്യം. അത് പൊട്ടിച്ചു കളഞ്ഞു അല്ലേ? ഓ അത് സാരമില്ല. പ്രീതിയെ ഞെട്ടിക്കാനിരുന്ന ആള് തന്നെയല്ലേ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. തൽക്കാലം വെടി പൊട്ടിച്ചത് ഞാനായതുകൊണ്ട് രണ്ടുപേർക്കും പരിഭവത്തിന് വകുപ്പില്ല. ഗോൾ രഹിത സമനില. ഓക്കെ അല്ലേ? ഓക്കേ. പ്രീതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശാലിനി എവിടെ പോന്നു? ഇവിടെ ഇരിക്കേ. അതെ, പണ്ടേ കാന്താരി എന്നൊരു പേരുണ്ട്. ഇനിയിപ്പൊ അതിന്റെ കൂടെ കട്ടുറുമ്പെന്നൊരു പേര് കൂടി എനിക്ക് വേണം. ഹേ, ശാലിനി ഞങ്ങൾക്കൊരു ശല്യമാണോ? ഒരിക്കലും അല്ല. ഞാനേ ഒരു തമാശ പറഞ്ഞത് അർജുനേട്ടാ. ഞാനേ ഡിഷസ് ഒക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. കൊറേ നേരം ഇരുന്നിട്ട് നല്ല വിശപ്പ്. അല്ല, വാട്ട് ഡു യു പ്രിഫർ മാഡം? ചൈനീസ്, കോണ്ടിനെന്റൽ, തനിനാടൻ? ശാലിനിക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു. അത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. എന്താ പ്രീതി? ഡബിൾ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു മാഡം. നമുക്കിടയിൽ ഒരു ലിങ്കായി ശാലിനുള്ളത് എത്ര നന്നായല്ലേ? വല്ലപ്പോഴെങ്കിലും ആർക്കും സംശയമില്ലാതെ നമുക്ക് നേരിൽ കാണാലോ. അതെ. എന്തിനാടാ ഇവിടെ നിർത്തിയത്? നമുക്ക് ഇവിടുന്ന് പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിച്ചോണ്ട് പോവാൻ ചേച്ചി. അതെന്തിനാടാ? ഞാനവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്റെ പൊന്നു ചേച്ചി, ഒരു നേരമെങ്കിലും വായ്ക്ക് രുചിയായിട്ടൊന്ന് ആഹാരം കഴിച്ചോട്ട്. ഓ, അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കൊള്ളില്ലെന്നാ നീ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയല്ലേ ചേച്ചി. എന്നും ചേച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമല്ലേ കഴിക്കുന്നത്. അതിനും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലല്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയൂ. ഓ അങ്ങനെ. അയ്യോ, വായിച്ചി നമുക്ക് പോയി വാങ്ങിട്ട് വരാം. വാ. ചേച്ചി, ചേച്ചി ദേ അങ്ങോട്ടിരിക്കും. എന്തിനാടാ ഇരിക്കുന്നേ? പാഴ്സൽ വാങ്ങിച്ചോണ്ടങ്ങ് പോയാ പോരെ? പാഴ്സൽ ആണെങ്കിലും കുറച്ച് സമയം എടുക്കും ചേച്ചി. ചേച്ചി ഇരിക്കും, ഞാൻ കൗണ്ടറിൽ ചെന്ന് പാഴ്സൽ ഓർഡർ ചെയ്തിട്ട് വരാം. കൂട്ടത്തിൽ നമുക്ക് കുടിക്കാൻ 2 ജ്യൂസ് കൂടെ. ചേച്ചി ഇരിക്കും. എന്നെയാണോ വിളിച്ചത്?
എന്റെ പേര് പ്രീതി എന്നല്ല, ശാലിനി എന്നാ. സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇത് ഇങ്ങനെയല്ല, ഇവിടെ വേറെന്തോ. രാജേശ്വരി ഒന്ന് വരുപ്പം. എന്റെ ഒരു അഭ്യുദയകാംക്ഷയാ രാജേശ്വരി, അല്ലേ? പിന്നല്ലാതെ ഞാൻ മാത്രമല്ല, ഇവനുണ്ട് ബാലചന്ദ്രൻ. ബാലചന്ദ്രനോ? അതെ. എന്റെ മകൻ വിഷ്ണു ഒരു പെണ്ണിനൊപ്പം റബ്ബർ എസ്റ്റേറ്റിൽ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് നീയാണല്ലേ? അതെ സത്യമേ, അത് ഞാനാ. ഇതെന്തിനാണെന്ന് മനസ്സിലായോ രാജേശ്വരിക്ക്? എനിക്ക് 2 മക്കളുണ്ട്, എന്റെ 2 കണ്ണുകൾ. അവരെ പറ്റി ഇനിയൊരു അപവാദം പറയരുത്, മനസ്സിലായല്ലോ? അത് നോക്ക്. അത് അവൾ നമ്മളെ ചതിച്ചു. എങ്ങനെ ചേച്ചി? അർജുനേട്ടാ, ഇത് കണ്ടോ? ചതിയാടാ, ചതി. അപ്പം ആ സത്യഭാമയെ വീണ്ടും വിളിക്കട്ടെ? വേണ്ടടാ, അതിനുള്ള അവസരം വീണ്ടും വരും. ഇപ്പൊ ഒരടി കൂടി താങ്ങാൻ പറ്റില്ല. ഈ കിട്ടിയതെല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കണോ അവക്ക്? കൊടുക്കൂ ഈ രാജേശ്വരി. അയ്യോ, ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. മോള് മുകളിലുണ്ട്, ഡോക്ടർ അങ്ങോട്ടും ഇല്ല. ഓ ശരി. പ്രീതി, അങ്കിൾ വരൂ, പ്ലീസ് കം. അർജുനോ? ഇയാൾക്ക് ഇതെന്ത് പറ്റി? ബൈക്ക് ആക്സിഡന്റ് ആയി അങ്കിൾ, ഞാനും കൂടെ ഉണ്ടായിരുന്നു.
എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അർജുനേട്ടന്റെ തല പോയി കല്ലിലിടിച്ചെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോധം വന്നും പോയി നിൽക്കുക. ടാബ്ലറ്റ് കിട്ടിയോ ഭാമേ? വിഷ്ണുവിന്റെ റൂമിലുണ്ടായിരുന്നു. നീ ഇതുവരെ വെള്ളം എടുത്തില്ലേ? അയ്യോ, ഒരു മിനിറ്റ്. ഇവളുടെ ഒരു കാര്യം. അച്ഛൻ പേടിക്കണ്ട, ഞാനത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. അമ്മ എവിടെ? റൂമിലേക്ക് പോയി. പെട്ടെന്ന് പോണീ. ആ ശരി. എന്താ രാഘവേട്ട, കുടിക്കാൻ എന്തെങ്കിലും? കുറച്ച് വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. താങ്ക്സ് അച്ഛാ, ഈ സഹായം ഞാൻ മറക്കില്ല. അച്ഛനിവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മോളെ. ഇപ്പൊ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി പിടിപെടാൻ നീ നോക്കണം. ഇതെന്താ? അതമ്മ പ്രീതി അച്ഛന്റെ അനുഗ്രഹം വഹിക്കായിരുന്നു. വിവാഹ വാർഷികല്ലേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം മോളെ കാക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം മോൾക്കപ്പ എന്നും ഉണ്ടാവും. പക്ഷേ അവന്റെ അർജുന്റെ പേര് പോലും ഈ വീട്ടിൽ കേൾക്കാൻ പാടില്ല. അത്ര തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.